നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളം ഇപ്പോൾ ഹമാസിൻ്റെ തീവ്രവാദികളെ കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുകയാണ്. കേരളത്തിനെ നിങ്ങൾ രക്ഷിക്കുക, അല്ലെങ്കിൽ തീവ്രവാദികൾ കേരളത്തെ കൊണ്ടുപോകും. കേരളം ഇപ്പോൾ തീവ്രവാദികളുടെ കേന്ദ്രമായി വിദ്യാലയങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ മുഴുവനും തരംഗമാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ അതാ തീവ്രവാദം ഇവിടെ ഇതാ ചെറിയ പ്രായത്തിൽ തന്നെ വളർന്നു വരികയാണ്. ഇവർ എന്താണ് ഇന്ത്യ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് പടച്ചവനെ ഇവിടെ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും ചാനലാകുന്ന ചാനൽ മുഴുവനും ഇസ്ലാമിനെ അവഹേളിക്കുകയും ചെയ്ത ഈ 2 ദിവസത്തെ വാർത്തകൾ നിങ്ങൾ കണ്ടതാണ്. എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഏതായാലും ഇവിടെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയുള്ള ചില ആളുകളുണ്ട്. അവിടുത്തെ മഹല്ല് കോർഡിനേഷൻ, അതിൻ്റെ അംഗങ്ങളെ 1000 തവണ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ കൃസംഖികൾക്കും സംഖ്യകൾക്കും ഒരു വാർത്ത കിട്ടിയപ്പോൾ അതിനെ എടുത്ത് വെച്ച് അലക്കി ഇസ്ലാമിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് വാരി കരിത്തേക്കാമെന്ന് വിചാരിച്ചിരുന്ന സംഖ്യകൾക്കും കൃസംഖികൾക്കും വല്ലാത്ത ഒരു 8ൻ്റെ പണിയാണ് നിങ്ങൾ കൊടുത്തത്. കാരണം അത് രമ്യമായി പരിഹരിച്ച ആ ഒരു വല്ലാത്ത ഇടപെടലുണ്ടല്ലോ, നിങ്ങൾ 1000 തവണ ഞാൻ അഭിനന്ദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ ഇപ്പം ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇതും കൊണ്ട് പൊക്കിപ്പിടിച്ച് നടക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ആ വിഷയം അവിടെ വെച്ചങ്ങ് തീർന്നു. അതായത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, നിർമ്മല കോളേജ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ കുറച്ച് വിദ്യാർത്ഥികൾ നമസ്കാര മുറിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. നമസ്കാര മുറിക്ക് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ സ്കൂൾ ഇടിച്ച് കരത്തും, സ്കൂൾ പൊട്ടിച്ച് കളയും, ബോംബ് വെച്ച് പൊട്ടിക്കും എന്നൊക്കെയാണ് പിന്നെ വന്ന കിംവദന്തികൾ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവർ, അവിടെ എന്താണ് നടന്നതെന്ന് നിങ്ങളൊന്നറിയണം. നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, നിർമ്മല കോളേജിൽ ആദ്യകാലം 2 വർഷക്കാലമായി, പ്രത്യേകിച്ച് ആ കുട്ടികൾ എഴുതി കൊടുത്ത കത്തിലുണ്ട്, ആ കത്ത് നിങ്ങൾ കാണുക. 2 കൊല്ലമായി ഞങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്ന നമസ്കാരമുറി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പ്രായപൂർത്തിയായ ഒരു മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ നിസ്കാരം നിർബന്ധമാണ്. അപ്പം നിർബന്ധമായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികൾ അവർ നമസ്കാരത്തിന് വേണ്ടി അവരെല്ലാ ദിവസവും നിസ്കരിക്കുന്ന നമസ്കാരമാണ്. അപ്പം ഒന്നും മുടക്കണ്ട എന്ന് കരുതി അവരെന്താ ചെയ്യുന്നത്, ആ സ്കൂളിൽ ഒരു നിസ്കാരമുറി ഉള്ളതുകൊണ്ട് 2 കൊല്ലക്കാലം ആ സ്കൂളിൽ നിസ്കാരമുറി ഉണ്ട്. ആ മുറിയിൽ അവർ നിസ്കരിച്ചു കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന് തന്നെ ആ മുറി മാറ്റുകയും അത് മറ്റുള്ള സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയപ്പോൾ അതിനുവേണ്ടി കുട്ടികൾ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പത്തെ പോലെ നിസ്കരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ അനുമതി തരിക എന്ന് പറഞ്ഞ് രമ്യതയോടുകൂടി ചെറിയ ഒരു കത്തിലെഴുതി കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്, പുറലോകത്തെത്തിയപ്പോൾ പിന്നെ വല്ലാത്ത കോലാഹലങ്ങൾ. അപ്പോൾ ഈ സമയത്ത് കോർഡിനേഷൻ കമ്മിറ്റി, അവിടുത്തെ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി, മൂവാറ്റുപുഴയുടെ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ഇത് ഇടപെടുകയും അവർ കരുതിയത്, എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു പക്ഷേ ഇത് മറ്റെന്തോ ഒരു വിഷയമെന്ന് പറഞ്ഞാണ് അവർ കരുതിയത്. കാരണം ഒരിക്കലും വിദ്യാഭ്യാസ സ്ഥാപനത്ത് ഒരിക്കലും മതാധിപത്യം കൊണ്ടുവരാൻ പാടില്ല. അതിപ്പം ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിം ആയാലും അവിടെ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കുക, അതാണ് അവിടുത്തെ ലക്ഷ്യം. അല്ലാതെ അവിടെ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാനോ പുലർത്തേണ്ട സ്ഥാപനമല്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വിഷയം വന്നപ്പോൾ അവർ കരുതിയത് മറ്റൊന്നാണ്, സംഭവിച്ചതാണ്. അത് അറിഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ തിരുത്തി. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെയും വിഷമിപ്പിക്കാനോ ഇവിടെ വർഗീയത വളർത്താനോ തീവ്രവാദം പഠിപ്പിക്കാനോ ഒരിക്കലും ഒരു മുസ്ലിമും ഇവിടെ പറയുന്നില്ല. രമ്യതയോടുകൂടി തനിക്ക് പറ്റിയ തെറ്റിനെ അവർ അവിടെ തിരുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, നിങ്ങൾ മറ്റു മുസ്ലിം സംഘടന എടുത്തു നോക്ക്, ആരും ന്യായീകരിച്ച് അവിടെ ചെന്നിട്ടില്ല. പിന്നെ കൗമാരപ്രായക്കാർ, നമുക്കറിയാം കൗമാരത്തിൻ്റെ കൗശലം നമുക്കറിയാം, ആ പ്രായത്തിൽ എങ്ങനെയൊക്കെയാണെന്ന്. ആ കൗമാരപ്രായക്കാർ അവരുടെ വികാരത്തിൻ്റെ പുറത്ത് ചെയ്ത് കൂട്ടിയ ഒരു ചെറിയ എന്തോ ഒരു വിഷയം അതിനെ എടുത്തു വച്ചിട്ട് നിങ്ങൾ ഈ കാണുന്ന രീതിയിലൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ടല്ലാതെ ലോകത്തൊരാളെ കൊണ്ടും കഴിയില്ല. കാരണം കുറേ നാളായി എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് കാരണം കണ്ടൻറ്റുകൾ വേണമല്ലോ, ഒന്ന് എടുത്തിട്ടിട്ട് അലക്കണമല്ലോ, കിട്ടുന്നില്ല. അങ്ങനെ വീണ് കിട്ടിയത് ഇതായിപ്പോയി. പക്ഷേ എന്താ ചെയ്യാൻ പറ്റുന്നത്, അത് നനഞ്ഞ പടക്കമായിപ്പോയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തവസ്ഥയാണ് എന്ന്. ഇതൊക്കെയാണെന്ന് നമ്മുടെ കേരളത്തിൽ ഇവന്മാരെ കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണെന്നുള്ളത്. കാരണം പരസ്പരം തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണ്, പരസ്പരം എങ്ങനെയെങ്കിലും ഇവരെ മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നല്ല വാർത്തകൾ കേട്ടിട്ട് നിങ്ങൾ നല്ലതിനെ നോക്കി നടക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. ഇതുപോലുള്ള ഏതെങ്കിലും കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം അവിടെയാണ് ആ സ്കൂളിലുള്ളവരെ മാനേജ്മെൻറ്റിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്കൂളിലുള്ള മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചു. കുട്ടികളാണ്, അവർക്ക് പരിമിതമായ അറിവുകളായിരിക്കുമുള്ളത്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. പറഞ്ഞിട്ട്
മനസ്സിലാകാത്ത കുട്ടികൾ ആരാണുള്ളത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു, അവർക്ക് ബോധ്യമായി. ആ വിഷയം അവിടത്തോടുകൂടി അവസാനിച്ചു. പിന്നെ വീണ്ടും എടുത്തു വെച്ചിട്ട് ഇസ്ലാമിനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കതിന് മറുപടി പോലും പറയാനില്ല. കാരണം ഇവന്മാരോട് എന്തു പറഞ്ഞിട്ട് കാര്യം? എന്നാലും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു കളഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഈ തലയിൽ ബാധിച്ചിരിക്കുന്ന ഇത്രത്തോളം വലിയ വർഗീയ വിഷമുണ്ടല്ലോ, ആ വിഷം നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അപകടമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് മാത്രമേ തരാനുള്ളൂ. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഇവിടുത്തെ ഓരോരോ TV ചാനലുകളിൽ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ, കാരണം പഠിച്ചിട്ടാണ് അവരതിനെക്കുറിച്ച് ഉള്ള വീഡിയോകൾ ചെയ്തത്. എന്നാലും ഇതുപോലത്തെ ക്രിസംഖികളും മറ്റുള്ള സംഖ്യകളും അവർക്ക് കിട്ടിയത് മുഴുവനും എടുത്ത് അലക്കാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും ഇസ്ലാം ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്ന മതമല്ല. ഒരിക്കലും ഇസ്ലാം നിങ്ങൾ തെളിയിക്കുക, ആരെയെങ്കിലും ഇസ്ലാം നിർബന്ധിച്ചിട്ട് മതം മാറ്റിയിട്ടുള്ള ഒരാളുടെ പേര് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മതമൂല്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ള മതക്കാരോട് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. നമ്മുടെ മതം അനുസരിച്ച് നാം ജീവിക്കുക, മറ്റുള്ളവരെ നിർബന്ധിച്ച് പരിവർത്തനം ചെയ്ത് കൊണ്ടുവരാൻ ഇസ്ലാം ഒരിക്കലും പറയപ്പെടുന്നില്ല എന്ന് സംഘികളോടല്ല, ക്രിസംഖികളോടുള്ള മറ്റുള്ള നല്ല ഹൈന്ദവരായ മറ്റുള്ള മതക്കാരോട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമാണുള്ളത്. ഏതായാലും നിങ്ങളുടെ ഈ പണി ഏൽക്കാത്ത നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മറ്റുള്ളൊരു പണിയുമായിട്ട് വരിക.